PSC ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്നത്തെ ക്ലാസ്സിലൂടെ നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത് ഉപഭോക്തൃ സംരക്ഷണ നിയമം. ഇപ്പോൾ നടക്കുന്ന ഏതൊരു PSC പരീക്ഷ എടുത്താലും ഒരുപോലെ ആവർത്തിച്ച് ചോദ്യങ്ങൾ വരുന്ന ഒരു ടോപ്പിക്കാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമം. അപ്പോൾ ഇനി വരാനിരിക്കുന്ന പരീക്ഷകൾക്കും തീർച്ചയായിട്ടും ഈ ഭാഗത്തു നിന്നും ചോദ്യങ്ങൾ നമുക്ക് ഉറപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇനി വരുന്ന പരീക്ഷകൾക്ക് ഈ ഭാഗത്തെ മാർക്ക് നഷ്ടമാവാതിരിക്കാൻ ഏറ്റവും വിശദമായി തന്നെ മാക്സിമം പോയിന്റ്സ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ക്ലാസ്സാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വീഡിയോ മുഴുവനായിട്ടും കാണാനായിട്ട് ശ്രമിക്കുക, നോട്ട്സ് തയ്യാറാക്കിയിട്ട് തന്നെ പഠിക്കുക. ഓക്കെ, അപ്പോൾ ഇതിന് മുന്നേയും നമ്മൾ PSC ആവർത്തിച്ച് ചോദിക്കുന്ന ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. കേന്ദ്ര ബജറ്റ് ആണെങ്കിലും ഇന്ത്യയിലെ രാഷ്ട്രീയ പാർട്ടികൾ, RBI, ഇതിൻ്റെ എല്ലാം വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് നമ്മളൊരു സ്പെഷ്യൽ പ്ലേലിസ്റ്റ് തന്നെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ, PSC ഹോട്ട് ടോപ്പിക്സ് എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തേക്കാം, വീഡിയോസ് കണ്ട് നോക്കുക, നോട്ട്സ് തയ്യാറാക്കി പഠിക്കുക. അപ്പോൾ ഇന്ന് നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായി ബന്ധപ്പെട്ട മാക്സിമം പോയിന്റ്സ് പഠിച്ചേക്കാം. അപ്പോൾ വീഡിയോയിലോട്ട് കടക്കുന്നതിന് മുന്നേ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, പിന്നെ നിങ്ങളുടെ സജഷൻസ് എന്തുണ്ടെങ്കിലും താഴെ കമൻറ്റായിട്ട് അറിയിക്കുക. മാക്സിമം ഉദ്യോഗാർത്ഥികൾക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. പിന്നെ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യാത്തവരുണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. താഴെ കമൻറ്റ് ബോക്സിൽ ഫസ്റ്റ് കമൻറ്റായിട്ട് ടെലിഗ്രാമിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം അല്ലെങ്കിൽ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, അതിൻ്റെ ചുരുക്ക പേരാണെന്ത്? കൊപ്ര എന്ന് പറയുന്നത്. അപ്പോൾ കൊപ്ര എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് എന്നുള്ളതിൻ്റെ ചുരുക്ക പേരാണെന്ത്? ഈ കൊപ്ര എന്ന് പറയുന്നത്. ഇത് തന്നെ പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട് കേട്ടോ, ഇമ്പോർട്ടൻ്റ് ആണ്. കൊപ്ര എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്നത് എന്താണ്? കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട്, ഉപഭോക്തൃ സംരക്ഷണ നിയമമാണ്. ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം അംഗീകരിച്ച വർഷമാണ് 1985. ഓക്കെ, ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം അംഗീകരിച്ച വർഷമാണ് 1985. ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ 1986 ഡിസംബർ 24 ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഒരു നിയമം ഇന്ത്യയിൽ ആദ്യമായിട്ട് നിലവിൽ വരുന്നത്. 1986 ഡിസംബർ 24 ഇന്ത്യയിൽ ആദ്യമായി ഉപഭോക്തൃ സംരക്ഷണത്തിന് വേണ്ടിയിട്ടൊരു നിയമം നിലവിൽ വരുന്നത്. ഇതും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, PYQ ആണ്, ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ ഈ 2 വർഷവും ഓർത്തിരിക്കുക. ഐക്യരാഷ്ട്രസഭ ഉപഭോക്തൃ സംരക്ഷണവുമായി ബന്ധപ്പെട്ട പ്രമേയം അംഗീകരിച്ച വർഷം 1985. ഇതിനെ തുടർന്ന് ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപഭോക്തൃ സംരക്ഷണത്തിനായി ഒരു നിയമം ആദ്യമായിട്ട് വരുന്നത് 1986 ഡിസംബർ 24. ആ ഡിസംബർ 24 ഇന്ത്യയിൽ ആദ്യമായിട്ട് ഉപഭോക്തൃ സംരക്ഷണത്തിന് വേണ്ടി നിയമം നിലവിൽ വന്ന ആ ഡിസംബർ 24 നമ്മൾ ദേശീയ ഉപഭോക്തൃ ദിനമായിട്ടാണ് ആചരിക്കുന്നത്. ദേശീയ ഉപഭോക്തൃ ദിനമായിട്ടാണ് ആചരിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഡിസംബർ 24 ദേശീയ ഉപഭോക്തൃ ദിനമായി ആചരിക്കുന്നു. എന്നാൽ ലോക ഉപഭോക്തൃ ദിനം എന്നാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ലോക ഉപഭോക്തൃ ദിനം എന്നാണ്? മാർച്ച് 15 മാർച്ച് 15 ലോക ഉപഭോക്തൃ ദിനം എന്ന് പറയുന്നത്. ഇനി ഈ 1986 ഡിസംബർ 24 നിലവിൽ വന്ന നിയമത്തിന് പകരമായിട്ട് വന്നതാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തിനു വേണ്ടിയിട്ടാണ് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം വന്നത്? ഉപഭോക്താവിൻ്റെ ആവശ്യങ്ങൾ അല്ലെങ്കിൽ അവകാശങ്ങൾ പരിരക്ഷിക്കുന്നതിനും നടപ്പാക്കുന്നതിനും വേണ്ടി നിലവിൽ വന്ന നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019. ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ പരിരക്ഷിക്കുന്നതിനും നടപ്പാക്കുന്നതിനും വേണ്ടി നിലവിൽ വന്ന നിയമമാണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 എന്ന് പറയുന്നത്. അപ്പോൾ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോകസഭ പാസാക്കിയ വർഷം ഇമ്പോർട്ടൻ്റ് ആണ്. ലോക്സഭ പാസാക്കുന്നത് 2019 ജൂലൈ 30. 2019 ജൂലൈ 30 ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോക്സഭ പാസാക്കുന്നത്. ഇനി രാജ്യസഭ പാസാക്കിയത് 2019 ഓഗസ്റ്റ് 6 രാജ്യസഭ പാസാക്കുന്നത് 2019 ഓഗസ്റ്റ് 6 എന്നുള്ളത് ഓർത്തിരിക്കുക.
രാഷ്ട്രപതി ഒപ്പുവെച്ചത് 2019 ഓഗസ്റ്റ് 9 ഇത് മൂന്നും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി നിലവിൽ വന്നത് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 നിലവിൽ വന്നത് എന്നാണ് എന്ന് ചോദിച്ചാൽ 2020 ജൂലൈ 20 2020 ജൂലൈ 20 ഓക്കെ. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ലോക്സഭ പാസ്സാക്കുന്നത് 2019 ജൂലൈ 30, രാജ്യസഭ പാസ്സാക്കുന്നത് 2019 ഓഗസ്റ്റ് 6, രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നത് 2019 ഓഗസ്റ്റ് 9, നിലവിൽ വന്നത് 2020 ജൂലൈ 20 എന്നത് ഓർത്തിരിക്കുക. ഓക്കെ. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 അടങ്ങിയിട്ടുള്ള ആകെ അധ്യായങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ ആകെ അധ്യായങ്ങൾ 8 ആകെ വകുപ്പുകൾ ചോദിച്ചു കഴിഞ്ഞാൽ 107 വകുപ്പുകളുമാണ്. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 ഉൾക്കൊണ്ടിട്ടുള്ള അധ്യായങ്ങളുടെ എണ്ണം 8, വകുപ്പുകളുടെ എണ്ണം 107. ഓക്കെ ആണല്ലോ. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 കുറിച്ച് എന്തൊക്കെയാണ് പറഞ്ഞത്? ഉപഭോക്താവിൻ്റെ അവകാശങ്ങൾ പരിരക്ഷിക്കുന്നതിനും നടപ്പാക്കുന്നതിനും വേണ്ടി നിലവിൽ വന്ന നിയമമാണ് 2019 ഉപഭോക്തൃ സംരക്ഷണ നിയമം. ലോക്സഭ പാസാക്കിയത് 2019 ജൂലൈ 30, രാജ്യസഭ പാസാക്കുന്നത് 2019 ഓഗസ്റ്റ് 6, രാഷ്ട്രപതി ഒപ്പുവയ്ക്കുന്നത് 2019 ഓഗസ്റ്റ് 9, നിലവിൽ വന്നത് 2020 ജൂലൈ 20. ആകെ അടങ്ങിയിട്ടുള്ള അധ്യായങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 8. ആകെയുള്ള വകുപ്പുകൾ ചോദിച്ചു കഴിഞ്ഞാൽ എത്രയാണ്? 107 വകുപ്പുകളാണ് അടങ്ങിയിട്ടുള്ളത്. ഓക്കെ. ഇനി ഇതിൽ അടങ്ങിയിട്ടുള്ള അധ്യായങ്ങൾ 8 എണ്ണമാണെന്ന് പറഞ്ഞു. ഏതൊക്കെ അധ്യായങ്ങളാണ് എന്നുള്ളത് നോക്കാം. ആകെയുള്ള അധ്യായങ്ങൾ 8 അധ്യായങ്ങളാണ്. അതിൽ ഒന്നാമത്തേത് പ്രാരംഭികം. എന്താണ്? പ്രാരംഭികം. ഒന്നാമത്തെ അധ്യായം പ്രാരംഭികം അഥവാ പ്രിലിമിനറി. രണ്ടാമത്തെ അധ്യായം ഉപഭോക്തൃ സംരക്ഷണ സമിതികൾ. ഉപഭോക്തൃ സംരക്ഷണ സമിതികൾ ആണ് രണ്ടാമത്തെ അധ്യായം. മൂന്നാമത്തേത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. ഓക്കെ, മൂന്നാമത്തെ അധ്യായമാണ്. ദെൻ നാലാമത്തെ അധ്യായം ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കേണ്ടതാണ്. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ആണ് നാലാമത്തെ അധ്യായം. അഞ്ചാമത്തേത് മധ്യസ്ഥത. മധ്യസ്ഥത. 6 ഉൽപ്പന്ന ബാധ്യത. ഉൽപ്പന്ന ബാധ്യതയിൽ നിന്നും പ്രീവിയസ് ഇയറിൽ ചോദിച്ചിട്ടുണ്ട്. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്. ഓരോന്നായിട്ട് നമ്മൾ പഠിക്കാൻ പോവാണ്. ദെൻ കുറ്റങ്ങളും പിഴകളും. കുറ്റങ്ങളും പിഴകളും എന്ന് പറയുന്ന അധ്യായമുണ്ട്. എട്ടാമത്തേത് പല വക. പല വക. ഇതാണ് 8 അധ്യായങ്ങൾ എന്ന് പറയുന്നത്. ഏതൊക്കെയാണ്? പ്രാരംഭികം, ഉപഭോക്തൃ സംരക്ഷണ സമിതികൾ, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി, ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, മധ്യസ്ഥത, ഉൽപ്പന്ന ബാധ്യത, കുറ്റങ്ങളും പിഴകളും, പല വക. ഇതാണ് പ്രധാനപ്പെട്ട 8 അധ്യായങ്ങൾ. ഓക്കെ ആണോ? അടുത്തത് ഈ കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ആക്ട് 2019 പ്രകാരം ഒരു ഉപഭോക്താവ് എന്ന് വെച്ചാൽ ആരാണ്? ഉപഭോക്താവ് എന്ന് വെച്ചാൽ പണം നൽകിയോ നൽകാം എന്ന് വാഗ്ദാനം ചെയ്തോ, അതായത് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? പണം നൽകും അല്ലേ? പണം നൽകിയോ, പണം നൽകും. പിന്നെ എന്ത് ചെയ്യും? നമ്മൾ നൽകാം എന്ന് വാഗ്ദാനം ചെയ്യും അല്ലേ? പിന്നെ തരാം എന്ന് പറഞ്ഞ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കത്തില്ലേ കടയിൽ നിന്ന്? അതാണ് പറയുന്നത്. പണം നൽകി വാങ്ങിക്കും, ഇല്ലെങ്കിൽ പിന്നീട് നൽകാം എന്ന് വാഗ്ദാനം ചെയ്ത് വാങ്ങിക്കും. ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ചിലപ്പോൾ പകുതി പൈസയൊക്കെ കൊടുക്കും അല്ലേ? അപ്പം ഭാഗികമായി നൽകി അല്ലേ? ഭാഗികമായി നൽകിയോ അല്ലെങ്കിൽ ഭാഗികമായിട്ട് നൽകാമെന്ന് വാഗ്ദാനം ചെയ്തോ നമ്മൾ എന്ത് ചെയ്യും? സാധനങ്ങൾ വാങ്ങിക്കും അല്ലേ? അപ്പോൾ അങ്ങനെ വാങ്ങിക്കുന്ന വ്യക്തിയെയാണ് നമ്മൾ എന്തെന്ന് പറയുക? ഉപഭോക്താവ് എന്ന് പറയുക. പണം നൽകിയോ അല്ലെങ്കിൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തോ ഭാഗികമായി നൽകിയോ
അല്ലെങ്കിൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തോ സാധനങ്ങൾ വാങ്ങുന്ന വ്യക്തികളെ നമ്മൾ ഉപഭോക്താവ് എന്നാണ് പറയുക. അതുപോലെ സേവനം വാടകയ്ക്ക് എടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്ന വ്യക്തി ആരാണ്? അതും ഉപഭോക്താവാണ്. ഓക്കെ, അപ്പോൾ ഈ രണ്ട് കൂട്ടരാണ് ഉപഭോക്താവിൽ പെടുക. പണം നൽകിയോ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തോ അല്ലെങ്കിൽ ഭാഗികമായിട്ട് നൽകിയോ നൽകാമെന്ന് വാഗ്ദാനം ചെയ്തോ സാധനങ്ങൾ വാങ്ങുന്ന വ്യക്തിയും സേവനം വാടകയ്ക്ക് എടുക്കുന്ന വ്യക്തി അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്ന വ്യക്തിയുമെല്ലാം ഉപഭോക്താവ് എന്ന ഗണത്തിൽപ്പെടുന്ന ആളാണ്. ഓക്കെ, ഉപഭോക്താവാണ് ഈ നിയമപ്രകാരം. എന്നാൽ ഇപ്പോൾ പുനർവിൽപ്പനയ്ക്ക് വേണ്ടിയിട്ട് അല്ലെങ്കിൽ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി ഇപ്പോൾ നമ്മളൊരു സാധനം, ഇപ്പോൾ നമ്മളൊരു ചായപ്പൊടി വാങ്ങിച്ചു, അത് നമ്മൾ യൂസ് ചെയ്യുകയാണ്, നമ്മൾ ചായ വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഉപഭോക്താവാണ്, നമ്മൾ സാധനം വാങ്ങിച്ച് ഉപയോഗിക്കുന്നുണ്ട്. എന്നാൽ ആ സാധനം നമ്മൾ വീണ്ടും പുനർവിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. ഇപ്പോൾ ഒരു ചായക്കടക്കാരനാണ് ആ ചായപ്പൊടി വാങ്ങിക്കുന്നത് എങ്കിൽ അയാൾ ഉപഭോക്താവല്ല. കാരണം എന്തുകൊണ്ടാണ്? അയാളത് വാങ്ങിച്ചിട്ട് വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ടാണ് അത് ഉപയോഗിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ ഉപഭോക്താവിൽ പെടത്തില്ല. ഓക്കെ, അപ്പോൾ പുനർവിൽപ്പനയ്ക്കോ അല്ലെങ്കിൽ വാണിജ്യ ആവശ്യത്തിന് വേണ്ടിയിട്ട് ഒരു സാധനം വാങ്ങുന്ന വ്യക്തി ഉപഭോക്താവ് അല്ല. അത് നമ്മൾ ഓർത്തിരിക്കണം. ഓക്കെ, അപ്പോൾ വാണിജ്യ ആവശ്യത്തിനോ അല്ലെങ്കിൽ പുനർവിൽപ്പനയ്ക്കോ വേണ്ടിയിട്ട് സാധനങ്ങൾ വാങ്ങുന്ന വ്യക്തി ഉപഭോക്താവിൻ്റെ ഗണത്തിൽ പെടത്തില്ല. അതുപോലെ വാണിജ്യ ആവശ്യത്തിന് വേണ്ടി സേവനം പ്രയോജനപ്പെടുത്തുന്ന വ്യക്തിയും എന്തല്ല? ഉപഭോക്താവല്ല. ഓക്കെ, അപ്പോൾ സാധനം വാങ്ങി ഉപയോഗിക്കുന്ന ആളെയാണ് നമ്മൾ ഉപഭോക്താവ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉപഭോക്താവ് ആരായിരിക്കും എന്നുള്ളതാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. ഇനി ഉപഭോക്തൃ അവകാശങ്ങളുണ്ട്. ഈ ഒരു നിയമപ്രകാരം ഉപഭോക്തൃ അവകാശങ്ങൾ അല്ലെങ്കിൽ കൺസ്യൂമർ റൈറ്റ്സ് എന്ന് പറയുന്നത് എന്തൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഈ ഉപഭോക്തൃ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 2(9) ആണ്. സെക്ഷൻ 2(9)ലാണ് കൺസ്യൂമർ റൈറ്റ്സിനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഉപഭോക്തൃ അവകാശങ്ങളെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ഏതാണ്? സെക്ഷൻ 2(9) ആണ്. അപ്പോൾ ഈ ഉപഭോക്തൃ അവകാശങ്ങൾ എന്ന് പറയുന്നത് 6 തരത്തിലുള്ള അവകാശങ്ങളുണ്ട്. 1, സുരക്ഷിതത്വത്തിനുള്ള അവകാശം, സുരക്ഷിതത്വത്തിനുള്ള അവകാശം. 2, അറിയിക്കുവാനുള്ള അവകാശം. 3, തിരഞ്ഞെടുക്കാനുള്ള അവകാശം. 4, കേൾക്കാനുള്ള അല്ലെങ്കിൽ പ്രാതിനിധ്യത്തിനുള്ള അവകാശം എന്ന് പറയാം. 5, പരിഹാരം തേടാനുള്ള അവകാശം. 6, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇത്രയുമാണ് 6 ഉപഭോക്തൃ അവകാശങ്ങൾ. എന്തൊക്കെയാണ്? സുരക്ഷിതത്വത്തിനുള്ള അവകാശം, അറിയിക്കുവാനുള്ള അവകാശം, തിരഞ്ഞെടുക്കുവാനുള്ള അവകാശം, കേൾക്കാനുള്ള അവകാശം അഥവാ പ്രാതിനിധ്യത്തിനുള്ള അവകാശം, പരിഹാരം തേടാനുള്ള അവകാശം, ഉപഭോക്തൃ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം. ഇങ്ങനെ 6 ഉപഭോക്തൃ അവകാശങ്ങളാണ് ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഉള്ളത്. അത് ഏത് സെക്ഷനിലാണ് പറയുന്നത്? ഈ 6 അവകാശങ്ങളെക്കുറിച്ച് സെക്ഷൻ 2(9)ലാണ് പറയുന്നത് എന്നത് ഓർത്തിരിക്കുക. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ആരാണ് പരാതിക്കാരൻ അല്ലെങ്കിൽ കംപ്ലൈനന്റ് എന്ന് പറയുന്നത്? ആരാണ് ഒരു പരാതിക്കാരൻ? പരാതി നൽകുന്നത് ആരൊക്കെ ആവാം എന്നുള്ളതാണ്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം പരാതിക്കാരൻ അല്ലാത്തതാര് അല്ലെങ്കിൽ പരാതിക്കാരൻ ആവുന്നതാര് എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഉപഭോക്താവ് ആവുന്നതാര്? ഇങ്ങനെയെല്ലാം ചോദ്യങ്ങൾ വരാവുന്നതാണ് സ്റ്റേറ്റ്മെന്റ് ആയിട്ട്. അപ്പോൾ നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം 2019 പ്രകാരം ഒരു പരാതിക്കാരൻ എന്ന് പറഞ്ഞാൽ ആരൊക്കെ ആവാം? 8 തരത്തിലുള്ള പരാതിക്കാരനാവാം. അതായത് ഒരു ഉപഭോക്താവാകാം. അതായത് ഉപഭോക്താവ് ആരാന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഒരു സാധനം വാങ്ങിച്ച് അല്ലെ ഭാഗികമായോ അല്ലെങ്കിൽ മുഴുവനോ കാശ് കൊടുത്ത് അല്ലെങ്കിൽ നൽകാമെന്ന് വാഗ്ദാനം ചെയ്ത് വാങ്ങിച്ച് ഉപയോഗിക്കുന്ന ഒരാളെ നമുക്ക് ഉപഭോക്താവെന്ന് വിളിക്കാം. അപ്പം അങ്ങനെയുള്ള ഒരു ഉപഭോക്താവ് പരാതിക്കാരനാണ്. ഉപഭോക്തൃ അസോസിയേഷൻ പരാതിക്കാരനാവാം. പിന്നെ ആരാണ് പരാതിക്കാരനായിട്ട് വരുന്നത്? കേന്ദ്ര ഗവൺമെന്റ് പരാതിക്കാരനാവാം. സംസ്ഥാന ഗവൺമെന്റ് പരാതിക്കാരനാവാം.
പിന്നെ കേന്ദ്ര അതോറിറ്റി പരാതിക്കാരനാവാം. ദെൻ ആറാമതായിട്ട് ഒരേ താല്പര്യമുള്ള അല്ലെങ്കിൽ അതിൽ അധികമോ ഉള്ള, ഒരേ താല്പര്യമുള്ള ഒന്നോ അതിലധികമോ ഉള്ള ഉപഭോക്താക്കൾ. ഓക്കെയോ, ഒരേ താല്പര്യമുള്ള ഉപഭോക്താക്കൾ കേട്ടോ, ഒരേ താല്പര്യമുള്ള ഒന്നോ അതിലധികമോ ഉപഭോക്താക്കൾ ആരാവാം? ഒരു പരാതിക്കാരനാവാം. ഇനിയിപ്പോൾ ഒരു ഉപഭോക്താവ് അല്ലെങ്കിൽ പരാതി ചെയ്യാൻ പോകുന്ന ആൾ മരണം സംഭവിച്ച ആളാണെന്ന് വിചാരിക്കാം. മരണം സംഭവിച്ച ഒരു ഉപഭോക്താവാണെങ്കിൽ അയാളുടെ നിയമപരമായ അവകാശി, മരണം സംഭവിച്ച ഉപഭോക്താവാണെങ്കിൽ അയാളുടെ നിയമപരമായ അവകാശിയും ആരാവാം? പരാതിക്കാരനാവാം. പിന്നെ പ്രായപൂർത്തിയാവാത്ത ഉപഭോക്താവാണെന്ന് വിചാരിക്കുക. പ്രായപൂർത്തിയാവാത്ത ഉപഭോക്താവാണെങ്കിൽ അവരുടെ മാതാപിതാക്കളോ അല്ലെങ്കിൽ ഏതെങ്കിലും രക്ഷിതാവോ ആരാവാം? പരാതിക്കാരനാവാം. ഓക്കെ, അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം 2019 പ്രകാരം ഒരു പരാതിക്കാരൻ എന്ന് പറയുന്നത് ആരൊക്കെയാവാം? ഒരു ഉപഭോക്താവാകാം, ഉപഭോക്തൃ അസോസിയേഷൻ ആവാം, കേന്ദ്ര ഗവൺമെൻറ് ആവാം, സംസ്ഥാന ഗവൺമെൻറ് ആവാം, കേന്ദ്ര അതോറിറ്റി ആവാം, ഒരേ താല്പര്യമുള്ള ഒന്നോ അതിലധികമോ ഉപഭോക്താക്കളാവാം, മരണപ്പെട്ട ഉപഭോക്താവാണെങ്കിൽ അവരുടെ നിയമപരമായ അവകാശിക്ക് പരാതിക്കാരനാവാം, പ്രായപൂർത്തിയാവാത്ത ഉപഭോക്താവാണെങ്കിൽ അവരുടെ മാതാപിതാക്കൾക്ക് പരാതിക്കാരനായിട്ട് മാറാൻ പറ്റും. ഓക്കെ, അപ്പോൾ പരാതിക്കാരൻ എന്ന് പറയുന്നത് ഈ ലിസ്റ്റിലുള്ള ആരെങ്കിലും ഒരാൾ ആയിരിക്കാം. ഇനി ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഒരു വ്യക്തി എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരു പേഴ്സൺ എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ് ആവുന്നത്? അതും നമുക്ക് പഠിക്കാനുണ്ട്. 7 പേര് വ്യക്തിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാം. ആരൊക്കെയാണ്? ഒരു വ്യക്തി എന്ന് പറയുന്നത് നമ്മൾ വ്യക്തിയായിട്ട് കൺസിഡർ ചെയ്യുന്നു. രണ്ടാമത്തേത് രജിസ്റ്റർ ചെയ്തതോ അല്ലാത്തതോ ആയിട്ടുള്ള സ്ഥാപനം, രജിസ്റ്റർ ചെയ്തതോ അല്ലാത്തതോ ആയിട്ടുള്ളൊരു സ്ഥാപനത്തെ നമുക്ക് വ്യക്തിയായിട്ട് കൺസിഡർ ചെയ്യാം. ഇനി ഒരു ഹിന്ദു അവിഭക്ത കുടുംബം, ഒരു ഹിന്ദു അവിഭക്ത കുടുംബത്തിന് ഒരു വ്യക്തിയാവാം. ദെൻ ഒരു സഹകരണ സംഘം, ഒരു സഹകരണ സംഘത്തെ നമ്മൾ വ്യക്തിയായിട്ട് കൺസിഡർ ചെയ്യുന്നു. അതുപോലെ 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം, സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത വ്യക്തി അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാത്ത വ്യക്തികളുടെ അസോസിയേഷനും ആരാവാം? ഒരു വ്യക്തിയാവാം. അല്ലെങ്കിൽ കോർപ്പറേഷന് വ്യക്തിയാവാം. കോർപ്പറേഷൻ എന്ന് പറയുന്നത് വ്യക്തി എന്ന് പറയുന്ന ലിസ്റ്റിൽ പെടുന്നതാണ്. കമ്പനി അല്ലെങ്കിൽ വ്യക്തികളുടെ സംഘം എന്നിവർക്ക് വ്യക്തിയാവാം. പിന്നെ ഇവയിലൊന്നും പെടാത്ത കൃത്രിമ ജുറിഡിക്കൽ വ്യക്തി, വ്യക്തിക്കും ആരാവാം? ഒരു വ്യക്തിയായിട്ട് നമുക്ക് കൺസിഡർ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം വ്യക്തി അല്ലെങ്കിൽ ഒരു പേഴ്സൺ എന്ന് പറയുന്നത് ആരായിരിക്കാം? ഒരു വ്യക്തിയായിരിക്കാം, ഒരു സ്ഥാപനമായിരിക്കാം, ഒരു ഹിന്ദു അവിഭക്ത കുടുംബമായിരിക്കാം, ഒരു സഹകരണ സംഘമായിരിക്കാം, 1860 സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് പ്രകാരം രജിസ്റ്റർ ചെയ്ത ഒരു വ്യക്തിയോ അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യാത്ത വ്യക്തികളുടെ അസോസിയേഷനോ വ്യക്തിയാവാം. കോർപ്പറേഷൻ, കമ്പനി, വ്യക്തികളുടെ സംഘം ഇവയിലൊന്നും പെടാത്ത കൃത്രിമ ജുറിഡിക്കൽ വ്യക്തിക്കും വ്യക്തി എന്ന ലിസ്റ്റിൽ ഉൾപ്പെടാവുന്നതാണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ കിട്ടിയല്ലോ. ഇനി അടുത്തത് ഉപഭോക്തൃ സംരക്ഷണ സമിതികളെ കുറിച്ചാണ് നമ്മൾ പഠിക്കുന്നത്. ഉപഭോക്തൃ സംരക്ഷണ സമിതികൾ, കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽസ്, ഇതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം നമ്മൾ പഠിച്ചല്ലോ. എത്രാമത്തെ അധ്യായമായിരുന്നു? 2ാമത്തെ അധ്യായത്തിലാണ് ഉപഭോക്തൃ സംരക്ഷണ സമിതികളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. 3 തരത്തിലുള്ള ഉപഭോക്തൃ സംരക്ഷണ സമിതികളുണ്ട്. ഏതൊക്കെയാണ്? കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി, ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി, സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി, ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതി. ഇങ്ങനെ 3 സമിതികളാണ് ഉള്ളത്. അപ്പോൾ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി എന്ന് പറയുന്നത് ഒരു ഉപദേശക സമിതിയാണ്, ഒരു അഡ്വൈസറി കമ്മിറ്റിയാണ്, ഉപദേശക സമിതിയാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി. ഇതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് ആരാണ്?
കേന്ദ്ര ഉപഭോക്തൃ വകുപ്പ് കാര്യ മന്ത്രിയാണ്. കേന്ദ്ര ഉപഭോക്തൃ കാര്യ വകുപ്പ് മന്ത്രിയാണ് കേട്ടോ. കേന്ദ്ര ഉപഭോക്തൃ കാര്യ വകുപ്പ് മന്ത്രിയാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ. കേന്ദ്ര ഉപഭോക്തൃ കാര്യ വകുപ്പ് മന്ത്രി. ഇനി ഈ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി വർഷത്തിൽ ഒരു യോഗമെങ്കിലും ചേരണം. വർഷത്തിൽ ഒരു യോഗമെങ്കിലും ചേരണം എന്നത് ഓർത്തിരിക്കുക. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി ഒരു ഉപദേശക സമിതിയാണ്. അതിൻ്റെ ചെയർപേഴ്സൺ കേന്ദ്ര ഉപഭോക്തൃ കാര്യ വകുപ്പ് മന്ത്രിയാണ്. വർഷത്തിൽ ഒരു യോഗമെങ്കിലും ചേർന്നിരിക്കണം. ഇനി സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി എന്ന് പറയുന്നതും എന്താണ്? ഒരു ഉപദേശക സമിതിയാണ് എന്നത് ഓർത്തിരിക്കുക. ഇതിൻ്റെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് സംസ്ഥാന ഉപഭോക്തൃകാര്യ മന്ത്രിയാണ്. കേന്ദ്രത്തിൻ്റെ ആവുമ്പോൾ കേന്ദ്ര ഉപഭോക്തൃകാര്യ മന്ത്രി, സംസ്ഥാനമാവുമ്പോൾ സംസ്ഥാന ഉപഭോക്തൃകാര്യ മന്ത്രിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഈ സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതിയിൽ മറ്റ് അംഗങ്ങൾ, ചെയർപേഴ്സണെ കൂടാതെ മറ്റ് അംഗങ്ങൾ എന്ന് പറയുന്നത് 10 കൂടാൻ പാടില്ല എന്നത് ഓർത്തിരിക്കുക. 10 കൂടാനായിട്ട് പാടില്ല മറ്റ് അംഗങ്ങളുടെ എണ്ണം. ഈ മറ്റ് അംഗങ്ങളെ, ചെയർപേഴ്സൺ അല്ലാതെ മറ്റ് അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത് കേന്ദ്ര സർക്കാരാണ് മറ്റംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്. വർഷത്തിൽ 2 യോഗം ചേരണം എന്നത് ഓർത്തിരിക്കുക. സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി വർഷത്തിൽ 2 യോഗമെങ്കിലും കുറഞ്ഞത് ചേരണം എന്നുള്ളതും ഓർത്തിരിക്കുക. ഓക്കെ. അടുത്തത് ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയാണ്. ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ ജില്ലാ കളക്ടറാണ്. ചെയർപേഴ്സൺ എന്ന് പറയുന്നത്. വർഷത്തിൽ കുറഞ്ഞത് 2 യോഗമെങ്കിലും ചേർന്നിരിക്കണം. ഓക്കെ. അപ്പോൾ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ സമിതി ഉപദേശക സമിതിയാണ്. ചെയർപേഴ്സൺ കേന്ദ്ര ഉപഭോക്തൃകാര്യ വകുപ്പ് മന്ത്രി. വർഷത്തിൽ 1 യോഗം ചേരണം. സംസ്ഥാന ഉപഭോക്തൃ സംരക്ഷണ സമിതി ഒരു ഉപദേശക സമിതിയാണ്. ചെയർപേഴ്സൺ ആരാ? സംസ്ഥാന ഉപഭോക്തൃകാര്യ മന്ത്രി. മറ്റംഗങ്ങളുടെ എണ്ണം 10 കൂടാൻ പാടില്ല. കേന്ദ്ര സർക്കാരാണ് ഈ അംഗങ്ങളെ നാമനിർദ്ദേശം ചെയ്യുന്നത്. വർഷത്തിൽ 2 യോഗമെങ്കിലും കുറഞ്ഞത് ചേർന്നിരിക്കണം. ഇനി ജില്ലാ ഉപഭോക്തൃ സംരക്ഷണ സമിതിയുടെ ചെയർപേഴ്സൺ ജില്ലാ കളക്ടറാണ്. വർഷത്തിൽ കുറഞ്ഞത് 2 യോഗമെങ്കിലും ചേർന്നിരിക്കണം എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഉപഭോക്തൃ സംരക്ഷണ സമിതികളെക്കുറിച്ച് കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. അടുത്തത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് പറയുമ്പോൾ അധ്യായം 3 എന്തിനെക്കുറിച്ച് പരാമർശിക്കുന്നത്? അധ്യായം 3 കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെക്കുറിച്ച് പരാമർശിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞല്ലോ. ഇനി ഇതിൻ്റെ രൂപീകരണത്തെക്കുറിച്ച്, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ രൂപീകരണത്തെക്കുറിച്ച് പറയുന്ന സെക്ഷൻ 10 ഓക്കെ. സെക്ഷൻ 10 കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെക്കുറിച്ച് അല്ലെങ്കിൽ അതോറിറ്റിയുടെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ എന്ന് പറയുന്നത്. എന്നാൽ ഇതിൻ്റെ അധികാരങ്ങളെക്കുറിച്ച്, ഇതിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് സെക്ഷൻ 10 ഇതിൻ്റെ അധികാരങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 18 സെക്ഷൻ 18 ഓക്കെ. അപ്പോൾ കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം 3, അതിൻ്റെ രൂപീകരണത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 10, അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 18. ഇനി കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ചുരുക്കപ്പേരാണ് കേന്ദ്ര അതോറിറ്റി എന്നറിയപ്പെടുന്നത് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇതിൻ്റെ ആസ്ഥാനം എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ന്യൂഡൽഹിയാണ്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ഒരു ചീഫ് കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും കൂടെ അടങ്ങുന്നതാണ് കേന്ദ്ര അതോറിറ്റി. ഒരു ചീഫ് കമ്മീഷണർ ഉണ്ടായിരിക്കും. പിന്നെ മറ്റ് കമ്മീഷണർമാരും ഉണ്ടായിരിക്കും. അതാണ് കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റി എന്ന് പറയുന്നത്. ചീഫ് കമ്മീഷണറും മറ്റ് കമ്മീഷണർമാരും. ഇവരെല്ലാം നിയമിക്കുന്നത്, ഈ ചീഫ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെൻറ് ആണ്. കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിയുടെ ചീഫ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെൻറ് ആണ്. അതുപോലെ ഇവരുടെ എല്ലാം നിയമന യോഗ്യത, കാലാവധി, ശമ്പളം, അതുപോലെ
നീക്കം ചെയ്യൽ, രാജിവെക്കൽ, നീക്കം ചെയ്യൽ, ഇതെല്ലാം തീരുമാനമെടുക്കുന്ന ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ്. അപ്പോൾ ചീഫ് കമ്മീഷണറെയും മറ്റ് കമ്മീഷണർമാരെയും നിയമിക്കുന്നതും കേന്ദ്ര ഗവൺമെന്റ് ആണ്. അവരുടെ നിയമന യോഗ്യത, കാലാവധി, ശമ്പളം, രാജി, നീക്കം ചെയ്യൽ ഇതിനെല്ലാം കുറിച്ച് തീരുമാനമെടുക്കുന്നതും ആര് തന്നെയാണ്? കേന്ദ്ര ഗവൺമെന്റ് തന്നെയാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇത്രയും കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. ഇനി കേന്ദ്ര അതോറിറ്റിക്ക് ചില ലക്ഷ്യങ്ങളുണ്ട്. കേന്ദ്ര അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളാണ് ഉള്ളത്. ആ 3 ലക്ഷ്യങ്ങളാണ് നമ്മൾ ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രധാനമായും പറയുന്ന 3 ലക്ഷ്യങ്ങൾ. ഓക്കെ, അപ്പോൾ കേന്ദ്ര അതോറിറ്റിയുടെ ലക്ഷ്യങ്ങൾ: 1, ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക. ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ, എത്ര അവകാശങ്ങൾ ഉണ്ടെന്ന് പഠിച്ചു നമ്മൾ? 6 അവകാശങ്ങൾ ഉണ്ടെന്ന് പഠിച്ചു അല്ലേ? ഉപഭോക്തൃ അവകാശങ്ങൾ 6 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ? കേൾക്കാനുള്ള അവകാശം, അറിയാനുള്ള അവകാശം അല്ലേ, അങ്ങനെ പരിഹാരം തേടാനുള്ള അവകാശം, കുറെ 6 അവകാശങ്ങൾ പഠിച്ചല്ലോ. ആ പറയുന്ന ഉപഭോക്താക്കളുടെ അവകാശങ്ങളെ സംരക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക എന്നുള്ളതാണ് കേന്ദ്ര അതോറിറ്റിയുടെ ആദ്യത്തെ ലക്ഷ്യം. രണ്ടാമത്തെ ലക്ഷ്യം അന്യായമായ വ്യാപാര സമ്പ്രദായങ്ങൾ നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളതും കേന്ദ്ര അതോറിറ്റിയുടെ ലക്ഷ്യമാണ്. മൂന്നാമത്തെ ലക്ഷ്യം ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ നിയന്ത്രിക്കുക. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം നിയന്ത്രിക്കുക എന്നുള്ളതുമാണ്. ഈ പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങളാണ് ആർക്കുള്ളത്? കേന്ദ്ര അതോറിറ്റിക്ക് ഉള്ളത്, കേന്ദ്ര ഉപഭോക്തൃ സംരക്ഷണ അതോറിറ്റിക്ക് ഉള്ളത്. എന്തൊക്കെയാണ്? ഉപഭോക്താക്കളുടെ അവകാശങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും സംരക്ഷിക്കുകയും നടപ്പിലാക്കുകയും ചെയ്യുക, അന്യായമായ വ്യാപാര സമ്പ്രദായം നടത്തുന്നില്ല എന്ന് ഉറപ്പുവരുത്തുക, ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുന്ന തെറ്റായ പരസ്യങ്ങൾ നിയന്ത്രിക്കുക. ഇത്രയുമാണ് കേന്ദ്ര അതോറിറ്റിയുടെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അന്വേഷണ വിഭാഗത്തെക്കുറിച്ചാണ് പഠിക്കുന്നത്. അന്വേഷണ വിഭാഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ എത്രയാണ്? സെക്ഷൻ 15ലാണ് അന്വേഷണ വിഭാഗത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്. അന്വേഷണം നടത്തുന്നത് ആരാണ്? കേന്ദ്ര അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാണ് ഇത് നടത്തുന്നത്. അന്വേഷണം നടത്തുന്നത് കേന്ദ്ര അതോറിറ്റിയുടെ മേൽനോട്ടത്തിലാണ്. ഇതിന് നേതൃത്വം നൽകുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ അന്വേഷണ വിഭാഗത്തിന് നേതൃത്വം നൽകുന്നത് ഡയറക്ടർ ജനറൽ ആണ് നേതൃത്വം നൽകുന്നത്. ഈ ഡയറക്ടർ ജനറലിനെ നിയമിക്കുന്നത് ആരാണ്? കേന്ദ്ര ഗവൺമെന്റ് ആണ് ഡയറക്ടർ ജനറലിനെ നിയമിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ഇനി ഉപഭോക്താക്കളുടെ അവകാശ ലംഘനത്തെക്കുറിച്ചോ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യം, അന്യായമായ വ്യാപാര സമ്പ്രദായം എന്നിവയെല്ലാം കുറിച്ച് അന്വേഷണം നടത്താനായിട്ട് കേന്ദ്ര അതോറിറ്റിക്കോ അല്ലെങ്കിൽ റീജിയണൽ ഓഫീസ് കമ്മീഷണർക്കോ ആരോട് പരാതിപ്പെടാവുന്നതാണ്? ജില്ലാ കളക്ടറോട് പരാതിപ്പെടാവുന്നതാണ്. അപ്പോൾ ഉപഭോക്താക്കളുടെ അവകാശം ലംഘിച്ചു, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന പരസ്യങ്ങൾ പ്രചരിപ്പിച്ചു, അല്ലെങ്കിൽ അന്യായമായിട്ടുള്ള വ്യാപാരം ഇതെല്ലാം നടന്നു, അതിനെക്കുറിച്ചെല്ലാം അന്വേഷണം നടത്താനായിട്ട് കേന്ദ്ര അതോറിറ്റിക്ക് ആരോട് പരാതിപ്പെടാവുന്നതാണ്? ജില്ലാ കളക്ടറോട് പരാതിപ്പെടാവുന്നതാണ്. ഈ ജില്ലാ കളക്ടർ അന്വേഷണം നടത്തിയിട്ട് എന്ത് സമർപ്പിക്കണം? റിപ്പോർട്ട് സമർപ്പിക്കണം. ഓക്കെ, അപ്പോൾ അതിനെക്കുറിച്ച് ഈ ജില്ലാ കളക്ടർ അന്വേഷണം നടത്തി ഇങ്ങനെ റിപ്പോർട്ട് സമർപ്പിക്കണം എന്നതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 16 ജില്ലാ കളക്ടർ റിപ്പോർട്ട് സമർപ്പിക്കണം എന്ന് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 16. ഇനി പ്രാഥമിക അന്വേഷണം നടത്തുവാനുള്ള കേന്ദ്ര അതോറിറ്റിയുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 19. സെക്ഷൻ 19 എന്താണ് പറയുന്നത്? പ്രാഥമിക അന്വേഷണം നടത്താനുള്ള കേന്ദ്ര അതോറിറ്റിയുടെ അധികാരത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 19. ഈ പ്രാഥമിക അന്വേഷണം ഇതെല്ലാം നടത്തുന്നത് ആരാണ്? ഡയറക്ടർ ജനറൽ അല്ലെങ്കിൽ ജില്ലാ കളക്ടറാണ് അന്വേഷണം നടത്തുന്നത്. ഈ അന്വേഷണ സമയത്ത് തെളിവുകൾ പിടിച്ചെടുക്കുവാനുള്ള അധികാരം
ആർക്കുണ്ട്? ഡയറക്ടർ ജനറലിനും ജില്ലാ കളക്ടറിനും ഉണ്ട്. അന്വേഷണ സമയത്ത് തെളിവുകൾ പിടിച്ചെടുക്കുവാനുള്ള അധികാരം ആർക്കുണ്ട്? ഡയറക്ടർ ജനറലിനും ഉണ്ട്, ജില്ലാ കളക്ടറിനും ഉണ്ട്. അതിനുശേഷം ഇവരെന്ത് ചെയ്യും? പട്ടിക തയ്യാറാക്കും. അന്വേഷണമൊക്കെ ചെയ്ത് തെളിവുകളെല്ലാം പിടിച്ചെടുത്ത് ഒരു പട്ടിക തയ്യാറാക്കും. ഈ തെളിവുകൾ പിടിച്ചെടുക്കുവാനും പട്ടിക തയ്യാറാക്കുവാനും 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് CRPC ഉണ്ടല്ലോ, അപ്പോൾ അതിൻ്റെ അതിലുള്ള വ്യവസ്ഥകൾ ബാധകമാണ് എന്നുള്ളതും കൂടെ ഓർത്തിരിക്കുക. ഈ തെളിവുകൾ പിടിച്ചെടുക്കാനും പട്ടിക തയ്യാറാക്കുവാനും 1973 ക്രിമിനൽ പ്രൊസീജിയർ കോഡ് വ്യവസ്ഥകൾ ബാധകമാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ഇങ്ങനെ ഇവർ തെളിവുകളെല്ലാം പിടിച്ചെടുത്തു. ഡയറക്ടർ ജനറലും ജില്ലാ കളക്ടറും അന്വേഷണം നടത്തി തെളിവുകൾ പിടിച്ചെടുത്തു. ഈ പിടിച്ചെടുത്ത രേഖകൾ അവർ തിരികെ നൽകേണ്ടത് എത്ര ദിവസത്തിനുള്ളിലാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 20 ദിവസത്തിനുള്ളിലാണ് രേഖകൾ തിരിച്ച് നൽകേണ്ടത്. ഇനി അന്വേഷണത്തിൽ എങ്ങാനും നിയമലംഘനമുണ്ട് എന്ന് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ ചരക്കുകൾ തിരിച്ചു വിളിക്കാനും സേവനങ്ങൾ പിൻവലിക്കാനും കേന്ദ്ര അതോറിറ്റിക്ക് എന്തുണ്ട്? അധികാരമുണ്ട്. കേന്ദ്ര അതോറിറ്റിക്ക് അധികാരമുണ്ട്. അന്വേഷണത്തിൽ നിയമലംഘനം ബോധ്യപ്പെട്ടു, അപ്പോൾ ചരക്കുകൾ തിരിച്ചു വിളിക്കാനും സേവനങ്ങൾ പിൻവലിക്കുവാനുള്ള കേന്ദ്ര അതോറിറ്റിക്ക് അധികാരമുണ്ട്. അതിനെക്കുറിച്ച് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 20. സെക്ഷൻ 20 പറയുന്നത്. ഇനി തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പരസ്യങ്ങൾക്കെതിരെ നിർദ്ദേശങ്ങളും പിഴകളും നൽകാൻ കേന്ദ്ര അതോറിറ്റിക്ക് അധികാരമുണ്ട് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 21. ഓരോ സെക്ഷനും ഇമ്പോർട്ടൻ്റ് ആണ്. സെക്ഷൻ 21. ഓക്കെ, അപ്പോൾ സെക്ഷൻ 20 എന്തായിരുന്നു? അന്വേഷണത്തിൽ നിയമലംഘനം ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ചരക്കുകൾ തിരിച്ചു വിളിക്കാനും സേവനങ്ങൾ പിൻവലിക്കാനും കേന്ദ്ര അതോറിറ്റിക്ക് അധികാരമുണ്ട് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 20. ഇനി തെറ്റായ പരസ്യങ്ങൾക്കെതിരെ നിർദ്ദേശങ്ങളും പിഴകളും നൽകാൻ കേന്ദ്ര അതോറിറ്റിക്ക് അധികാരമുണ്ട് എന്ന് പറയുന്ന സെക്ഷനാണ് സെക്ഷൻ 21 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ തെറ്റായ പരസ്യങ്ങൾ ഇങ്ങനെ തെറ്റായ പരസ്യങ്ങൾ കാണിച്ചു എന്ന് വിചാരിക്കുക, പ്രദർശിപ്പിച്ചു എന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുള്ള ശിക്ഷ എന്ന് പറയുന്നത് എത്രയാണ്? 10 ലക്ഷം രൂപ വരെ പിഴയാണ്. 10 ലക്ഷം രൂപ വരെ പിഴ കിട്ടുന്ന ഒരു ശിക്ഷയാണ് ഈ തെറ്റായ പരസ്യങ്ങൾ പരസ്യപ്പെടുത്തുക എന്ന് പറയുന്നത്. ഈ ഒരു തെറ്റ് ആദ്യത്തെ തവണ ചെയ്തു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ, അതിനുശേഷം തുടരുവാണെങ്കിൽ ആവർത്തിച്ച് ചെയ്തു കഴിഞ്ഞാൽ ഓരോ നിയമ ലംഘനത്തിനും 50 ലക്ഷം രൂപ വരെ പിഴ കിട്ടുന്ന ഒരു ശിക്ഷയാണ് ഈ പരസ്യങ്ങൾ, തെറ്റായ അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾ പ്രദർശിപ്പിക്കുക എന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആദ്യം ചെയ്തു കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ പിഴ, പിന്നീട് തുടർന്ന് കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ വരെ പിഴ കിട്ടുവാനുള്ള ഒരു കുറ്റമാണ് ഇത്. ഈ തെറ്റായ പരസ്യം നൽകിയ ആളെ ഒരു കാലയളവിലേക്ക് ഉൽപ്പന്നം അല്ലെങ്കിൽ സേവനത്തിന് അംഗീകാരം നൽകുന്നതിൽ വിലക്കുവാനുള്ള അധികാരം ആർക്കുണ്ട്? അത് കേന്ദ്ര അതോറിറ്റിക്കുണ്ട്. ഇപ്പോൾ തെറ്റായ പരസ്യം നൽകിയ ഒരാളെ നമ്മൾ പിടിച്ചു എന്ന് വിചാരിക്കാം. അപ്പോൾ ഇത്ര കാലയളവിലേക്ക്, ഇപ്പോൾ ഇത്ര വർഷത്തേക്ക് നിങ്ങളുടെ ഉൽപ്പന്നത്തിന് അംഗീകാരം തരുന്നില്ല, അതിന് വിലക്ക് ഏർപ്പെടുത്തുക എന്നുള്ള ഒരു അധികാരം ആർക്കുണ്ടെന്നാണ് പറയുന്നത്? കേന്ദ്ര അതോറിറ്റിക്ക് ഉണ്ടെന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെ വിലക്കാനുള്ള അധികാരം ഉണ്ടെന്ന് പറഞ്ഞു. വിലക്ക് എത്ര വർഷത്തേക്കാണ്? 1 വർഷം വരെ വിലക്കുവാനുള്ള അധികാരം കേന്ദ്ര അതോറിറ്റിക്ക് ഉണ്ട്. ആവർത്തിച്ചു കഴിഞ്ഞാൽ അത് 3 വർഷം വരെ നീണ്ടേക്കാം. ഓക്കെ, അപ്പോൾ ആദ്യം വിലക്കുമ്പോൾ 1 വർഷം, പിന്നീട് വീണ്ടും ആവർത്തിച്ചു കഴിഞ്ഞാൽ 3 വർഷം വരെ വിലക്കുവാനുള്ള അധികാരം ഉണ്ട്. പിന്നെ ഇവിടെ സെക്ഷൻ 20-21 പറഞ്ഞല്ലോ. സെക്ഷൻ 20-21 പ്രകാരം കേന്ദ്ര അതോറിറ്റി പാസ്സാക്കിയിട്ടുള്ള ഉത്തരവിൽ വിഷമിക്കുന്ന ഒരാൾക്ക് ദേശീയ കമ്മീഷനിൽ അപ്പീൽ ഫയൽ ചെയ്യുവാനുള്ള അധികാരമുണ്ട്. ഓക്കെ, ഇപ്പോൾ സെക്ഷൻ 20-21 എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു പറഞ്ഞത്? അന്വേഷണത്തിൽ നിയമലംഘനം എന്തെങ്കിലും ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ ചരക്കുകൾ തിരിച്ചു വിളിക്കുക, സേവനങ്ങൾ പിൻവലിക്കുക, അതിനുള്ള അധികാരം കേന്ദ്ര അതോറിറ്റിക്ക് ഉണ്ട് എന്ന് പറയുന്ന സെക്ഷനായിരുന്നു സെക്ഷൻ 20. അതുപോലെ തെറ്റായ പരസ്യങ്ങൾക്കെതിരെ നിർദ്ദേശങ്ങളും പിഴകളും നൽകുവാനുള്ള കേന്ദ്ര അതോറിറ്റിയുടെ അധികാരമാണ് സെക്ഷൻ 21. അപ്പോൾ ഈ പറയുന്ന 2 കാര്യങ്ങളിലും ഒരു ഉത്തരവ് കേന്ദ്ര അതോറിറ്റി പാസ്സാക്കി. പക്ഷെ അതിൽ വിഷമിക്കുന്ന ഒരാൾ, അപ്പോൾ അതിലെന്തെങ്കിലും പ്രശ്നങ്ങളുണ്ട്, അയാളെ തെറ്റ് ചെയ്തിട്ടില്ല എന്നുള്ള രീതിക്ക് വിഷമിക്കുന്ന ഒരാളുണ്ട് എന്നുണ്ടെങ്കിൽ അയാൾക്ക് അപ്പീലിന് പോകാം. എവിടെയാണ് അപ്പീലിന് പോകുന്നത്? ദേശീയ കമ്മീഷനിൽ അപ്പീലിന് പോകാം. അങ്ങനെ ദേശീയ കമ്മീഷനിൽ അപ്പീൽ ഫയൽ ചെയ്യാം എന്നുള്ളത് എത്ര ദിവസത്തിനുള്ളിലാണ്? 30 ദിവസത്തിനുള്ളിൽ അയാൾക്ക് അപ്പീലിന് പോവാം എന്നുള്ളതാണ്. ഓക്കെ, 30 ദിവസത്തിനുള്ളിൽ അപ്പീലിന് പോവാം. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 24. സെക്ഷൻ 24 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു. സെക്ഷൻ 20 നമ്മൾ പറഞ്ഞു, അന്വേഷണത്തിൽ നിയമലംഘനം ബോധ്യപ്പെട്ട് കഴിഞ്ഞ് ചരക്കുകൾ തിരിച്ചു വിളിക്കുവാനും സേവനങ്ങൾ പിൻവലിക്കുവാനുള്ള കേന്ദ്ര അതോറിറ്റിയുടെ അധികാരമാണ് സെക്ഷൻ 20. അതുപോലെ തെറ്റിദ്ധരിപ്പിക്കുന്ന പരസ്യങ്ങൾക്കെതിരെയുള്ള നിർദ്ദേശങ്ങളും പിഴകളും നൽകാൻ കേന്ദ്ര അതോറിറ്റിക്കുള്ള അധികാരമാണ് സെക്ഷൻ 21. ഈ പറയുന്ന ഉത്തരവുകളിൽ ആർക്കെങ്കിലും വിഷമമുണ്ട് എന്നുണ്ടെങ്കിൽ
ദേശീയ കമ്മീഷനിൽ അപ്പീൽ ഫയൽ ചെയ്യാം. എത്ര ദിവസത്തിനുള്ളിൽ? 30 ദിവസത്തിനുള്ളിൽ അപ്പീൽ ഫയൽ ചെയ്യാം. അതിനെക്കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷനാണ് സെക്ഷൻ 24 എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് കേന്ദ്ര അതോറിറ്റിനെ കുറിച്ചും അന്വേഷണ വിഭാഗത്തെക്കുറിച്ചും ഒക്കെ പഠിക്കാനുള്ളത്. അടുത്തത് ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ചാണ് കേട്ടോ. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. അപ്പോൾ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം എന്ന് പറയുന്നത് അധ്യായം 4 ആണ്. അധ്യായം 4 പ്രതിപാദിക്കുന്നത്. സെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 28 മുതൽ 73 വരെയാണ്. വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അധ്യായം 4 സെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 28 മുതൽ 73 വരെയാണ്. ഇനി ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ 3 തരത്തിലുള്ള ഉപഭോക്തൃ കമ്മീഷൻ ഉണ്ട്. ഏതൊക്കെയാണ്? ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉണ്ട്. അതുപോലെ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉണ്ട്. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ ഉണ്ട്. ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ദേശീയ തർക്ക പരിഹാര കമ്മീഷൻ. ഓക്കെ, അപ്പോൾ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ, ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ഇങ്ങനെ 3 കമ്മീഷനാണ് ഉള്ളത്. ഇത് PSC സ്ഥിരമായിട്ട് ചോദ്യം വരുന്ന ഒരു ഭാഗമാണ്, ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ എന്ന് പറയുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സെക്ഷൻ 28(1) കേട്ടോ. സെക്ഷൻ 28(1) ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. ഇത് ജില്ലാതലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ജില്ലാതലത്തിലാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ പ്രവർത്തിക്കുന്നത്. ഒരു ജില്ലയിൽ ഒന്നിൽ അധികം കമ്മീഷൻ സ്ഥാപിക്കാവുന്നതാണ്. അത് ഓർത്തിരിക്കുക. ഒരു ജില്ലയിൽ ഒന്നിലധികം കമ്മീഷൻ സ്ഥാപിക്കാവുന്നതാണ്. അംഗങ്ങൾ എന്ന് പറയുന്നത് ആരൊക്കെയാണ്? ഒരു പ്രസിഡന്റ് ഉണ്ടായിരിക്കും. പിന്നെ 2ൽ കുറയാത്ത അംഗങ്ങൾ, 2ൽ കുറയാത്ത അംഗങ്ങളും 2ൽ കുറയാത്തതും കേന്ദ്ര സർക്കാരുമായിട്ട് കൂടിയാലോചിച്ച് തീരുമാനിക്കുന്ന എണ്ണത്തിൽ കൂടാത്തതുമായ അംഗങ്ങൾ ഉണ്ടായിരിക്കും. ഇവരുടെ യോഗ്യത, കാലാവധി, നിയമന രീതി, നീക്കം ചെയ്യൽ, രാജിവെക്കൽ ഇതെല്ലാം തീരുമാനമെടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. നിയമനം, യോഗ്യത, കാലാവധി, നീക്കം ചെയ്യൽ, രാജിവെക്കൽ ഇതിനെക്കുറിച്ചെല്ലാം തീരുമാനമെടുക്കുന്നത്. എന്നാൽ ഇവരുടെ ശമ്പളം, അലവൻസ്, മറ്റ് സേവനങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. അപ്പോൾ പ്രസിഡന്റിൻ്റെയും അംഗങ്ങളുടെയൊക്കെ യോഗ്യത, എന്തൊക്കെ കാര്യങ്ങളാണ്? യോഗ്യത, കാലാവധി, നിയമനം, അതുപോലെ നീക്കം ചെയ്യൽ, രാജിവെക്കൽ ഇതെല്ലാം തീരുമാനമെടുക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. എന്നാൽ ശമ്പളം, അലവൻസ്, മറ്റ് സേവന വ്യവസ്ഥകൾ ഇതെല്ലാം തീരുമാനമെടുക്കുന്നത് സംസ്ഥാന സർക്കാരാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. ഇനി ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അധികാര പരിധി എന്ന് പറയുന്നത് എത്രയാണ്? 50 ലക്ഷം രൂപയിൽ കവിയാത്ത പരാതികളിൽ 50 ലക്ഷം രൂപയിൽ കവിയാത്ത പരാതികളിൽ പരിഹാരം കാണുക എന്നുള്ളതാണ് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷന്റെ അധികാര പരിധി. 50 ലക്ഷം രൂപയിൽ കവിയാത്ത പരാതികൾ എന്നുള്ളത് ഓർത്തിരിക്കുക. സംസ്ഥാന കമ്മീഷന് അപ്പീൽ നൽകാൻ വേണ്ടി പറ്റുന്നത് 45 ദിവസത്തിനുള്ളിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക കേട്ടോ. അപ്പോൾ ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലുള്ള കേസ് സംസ്ഥാന കമ്മീഷനിലേക്ക് അപ്പീൽ പോകാൻ പറ്റും. അപ്പോൾ അപ്പീൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ദിവസം എന്ന് പറയുന്നത് 45 ദിവസത്തിനുള്ളിലാണ് അപ്പീൽ പോകാനായിട്ട് പറ്റുക. 45 ദിവസത്തിനുള്ളിൽ അപ്പീലിന് പോകാം എന്നുള്ളത് ഓർത്തിരിക്കുക. ഓക്കെ, ആരോടാണ് അപ്പീലിന് പോകുന്നത്? സംസ്ഥാന കമ്മീഷൻ. ജില്ലാ ഉപഭോക്തൃ കമ്മീഷന് മുകളിലുള്ളത് ആരാണ്? സംസ്ഥാന കമ്മീഷൻ. അപ്പോൾ സംസ്ഥാന കമ്മീഷനിൽ അപ്പീൽ നൽകാനുള്ളത് എന്ന് പറയുന്നത് ദിവസപരിധി 45 ദിവസത്തിനുള്ളിലാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റ്സ് എന്ന് പറയുന്നത് ജില്ലാ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 28(1) ജില്ലാതലത്തിലാണ് പ്രവർത്തിക്കുന്നത്. ഒരു പ്രസിഡന്റും 2ൽ കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കും എന്നുള്ളത്. അപ്പീൽ പോകാൻ പറ്റുന്നത് 45 ദിവസത്തിനുള്ളിലാണ് എന്നുള്ളത്. സംസ്ഥാന കമ്മീഷനിലേക്കാണ് അപ്പീൽ കൊടുക്കുന്നത്. അധികാര പരിധി ഇമ്പോർട്ടൻ്റ് ആണ്. 50 ലക്ഷത്തിൽ കവിയാത്ത കേസുകളിലാണ്, പരാതികളിലാണ് പരിഹാരം കാണാനുള്ള അധികാരമുള്ളത്.
ഇനി സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ 42 സെക്ഷൻ എത്രയാണ്? 42. സംസ്ഥാന തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റും 4 കുറയാത്ത അംഗങ്ങളുമാണ് ഉള്ളത്. അവിടെ പ്രസിഡന്റും 2 കുറയാത്ത അംഗങ്ങളുമാണ് ജില്ലാതലത്തിൽ. സംസ്ഥാനമാകുമ്പോൾ പ്രസിഡന്റും 4 കുറയാത്ത അംഗങ്ങളുമാണ് ഉള്ളത്. അധികാര പരിധി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ 50 ലക്ഷം രൂപ മുതൽ 2 കോടി വരെയാണ്. 50 ലക്ഷം രൂപ മുതൽ 2 കോടി വരെയാണ് അധികാര പരിധി. ദേശീയ കമ്മീഷനിലോട്ട് അപ്പീൽ പോകാനായിട്ട് പറ്റും. സംസ്ഥാന കമ്മീഷന് ദേശീയ കമ്മീഷനിലോട്ട് അപ്പീൽ പോകാൻ പറ്റും. അത് എത്ര ദിവസത്തിനുള്ളിലാണ്? 30 ദിവസത്തിനുള്ളിലാണ് കേട്ടോ. 30 ദിവസത്തിനുള്ളിലാണ് ദേശീയ കമ്മീഷനിലോട്ടാണ് അപ്പീൽ പോകാനായിട്ട് പറ്റുന്നത്. ഇത്രയും കാര്യങ്ങൾ ഓർത്തിരിക്കുക. സംസ്ഥാന ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനുമായി ബന്ധപ്പെട്ട സെക്ഷൻ 42 സംസ്ഥാന തലത്തിലാണ് പ്രവർത്തിക്കുന്നത്. പ്രസിഡന്റും 4 കുറയാത്ത അംഗങ്ങളും ഉണ്ടായിരിക്കും. അധികാര പരിധി എന്ന് പറയുന്നത് 50 ലക്ഷം മുതൽ 2 കോടി വരെയാണ്. 30 ദിവസത്തിനുള്ളിലാണ് അപ്പീൽ പോകാൻ പറ്റുക. എവിടേക്കാണ് അപ്പീൽ പോകുന്നത്? ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിലോട്ട് അപ്പീൽ പോവാം. ഓക്കെ, അടുത്തത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷൻ. ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 53 ദേശീയ തലത്തിലാണ് പ്രവർത്തിക്കുന്നത് എന്നുള്ളത് ഓർത്തിരിക്കുക. പ്രസിഡന്റും 4 കുറയാത്ത അംഗങ്ങളുമാണ് ഉള്ളത്. ഇവിടുത്തെ അധികാര പരിധി എന്ന് പറയുന്നത് 2 കോടിക്ക് മുകളിൽ വരുന്നതാണ് അധികാര പരിധി. 2 കോടിക്ക് മുകളിലാണ് വരുന്നത്. അപ്പീൽ പോകുന്നത് ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനിൽ നിന്നും അപ്പീൽ പോകുന്നത് എങ്ങോട്ടാണ്? സുപ്രീം കോടതിക്കാണ് അപ്പീൽ നൽകുന്നത്. എത്ര ദിവസത്തിനുള്ളിലാണ്? 30 ദിവസത്തിനുള്ളിലാണ് അപ്പീൽ പോവാനായിട്ട് കഴിയുക. ഓക്കെ, അപ്പോൾ ദേശീയ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന സെക്ഷൻ 53 ദേശീയ തലത്തിൽ പ്രവർത്തിക്കുന്നു. പ്രസിഡന്റും 4 കുറയാത്ത അംഗങ്ങളും ഉണ്ട്. 2 കോടിക്ക് മുകളിലാണ് അധികാര പരിധി. അപ്പീൽ നൽകാവുന്നത് സുപ്രീം കോടതിക്കാണ്. 30 ദിവസത്തിനകമാണ്. ഓക്കെ, അപ്പോൾ ഉപഭോക്തൃ തർക്ക പരിഹാര കമ്മീഷനെ കുറിച്ച് മനസ്സിലായല്ലോ. ഇനി ഫീസിൻ്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. അപ്പോൾ ഫീസ് എന്ന് പറയുമ്പോൾ ഇവ ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൊത്തം മൂല്യവും ക്ലെയിം ചെയ്ത നഷ്ടപരിഹാരവും എത്രയാണ് എന്നതിനനുസരിച്ചിട്ടാണ് ഈ ഉപഭോക്തൃ സംരക്ഷണ നിയമപ്രകാരം ഫീസ് പറയുന്നത് കേട്ടോ. ഓരോ കേസിനും ഫീസ് ഉണ്ടല്ലോ. അപ്പോൾ എത്രത്തോളം ചരക്കുകളുടെയും സേവനങ്ങളുടെയും മൊത്തം മൂല്യം, അതുപോലെ അവർക്ക് എത്രത്തോളം നഷ്ടപരിഹാരം ക്ലെയിം ചെയ്തു എന്നതിനനുസരിച്ചിട്ടാണ് ഫീസ് വരുന്നത്. ഇനി 5 മുതൽ 10 ലക്ഷം വരെയാണെങ്കിൽ 5 to 10 ലക്ഷം വരെയാണെങ്കിൽ 200 രൂപയാണ് ഫീസ് വരുന്നത്. 10 ലക്ഷം മുതൽ 20 ലക്ഷം വരെയാണ് എന്നുണ്ടെങ്കിൽ 400 രൂപയാണ് ഫീസ് വരുന്നത്. 20 to 50 ലക്ഷം വരെയാണ് എന്നുണ്ടെങ്കിൽ 1000 രൂപയാണ് ഫീസ് വരുന്നത്. ഇനി 50 ലക്ഷം മുതൽ 1 കോടി വരെയാണെങ്കിൽ 50 ലക്ഷം മുതൽ 1 കോടി വരെയാണ് എന്നുണ്ടെങ്കിൽ വരുന്ന ഫീസ് 2000 രൂപയാണ്. അടുത്തത് 1 കോടി മുതൽ 2 കോടി വരെയാണെങ്കിൽ 2500 രൂപയാണ് ഫീസ് വരിക. പിന്നെ 2 കോടി മുതൽ 4 കോടി വരെയാണ് എന്നുണ്ടെങ്കിൽ നഷ്ടപരിഹാരം വരുന്നത് എന്നുണ്ടെങ്കിൽ 3000 രൂപയാണ് ഫീസ് വരുന്നത്. 4 കോടി മുതൽ 6 കോടി വരെയാണ് എന്നുണ്ടെങ്കിൽ വരുന്ന ഫീസ് 4000 രൂപയാണ്. പിന്നെ അടുത്തത് 6 കോടി മുതൽ 8 കോടി വരെയാണ് എന്നുണ്ടെങ്കിൽ 5000 രൂപയാണ് വരുന്നത്. നെക്സ്റ്റ് 8 മുതൽ 10 കോടി വരെയാണ് എന്നുണ്ടെങ്കിൽ വരുന്നത് 6000 രൂപയാണ് ഫീസ് വരിക. 10 കോടിക്ക് മുകളിലാണ് എന്നുണ്ടെങ്കിൽ 7500 രൂപയായിരിക്കും ഫീസ് വരിക. ഓക്കെ, അപ്പോൾ ഇതാണ് ഫീസിൻ്റെ കാര്യം. അപ്പോൾ ഇവിടെ ഇത് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ചരക്കുകളുടെയോ സേവനങ്ങളുടെയോ മൊത്തം മൂല്യവും ക്ലെയിം ചെയ്ത നഷ്ടപരിഹാരവും അനുസരിച്ചിട്ടാണ് ഫീസ് കൺസിഡർ ചെയ്യുന്നത്. 5 to 10 ലക്ഷമാണെങ്കിൽ 200 രൂപ, 10 to 20 ലക്ഷമാണെങ്കിൽ 400 രൂപ, 20 to 50 ലക്ഷമാണെങ്കിൽ 1000 രൂപ, 50 to 1 കോടിയാണെങ്കിൽ 2000 രൂപ, 1 കോടി മുതൽ 2 കോടി വരെയാണെങ്കിൽ 2500, 2 കോടി മുതൽ 4 കോടി വരെയാണെങ്കിൽ 3000, 4 to 6 കോടിയാണെങ്കിൽ 4000, 6 കോടി മുതൽ 8 കോടി വരെയാണെങ്കിൽ 5000, 8 മുതൽ 10 കോടി വരെയാണെങ്കിൽ 6000, 10 കോടിക്ക് മുകളിലാണെങ്കിൽ 7500 രൂപയാണ് ഫീസ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഫീസ് മനസ്സിലായല്ലോ.
അടുത്തത് ഉൽപ്പന്ന ബാധ്യത. ഇതും കൂടെ കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ് കഴിഞ്ഞു. അപ്പോൾ ഉൽപ്പന്ന ബാധ്യത എന്താണ്? വികലമായ ഉൽപ്പന്നം അല്ലെങ്കിൽ ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് മൂലമുണ്ടാവുന്ന നഷ്ടം അല്ലെങ്കിൽ ദോഷം അതിന് നിർമ്മാതാവ് അല്ലെങ്കിൽ വിൽപ്പനക്കാരൻ സേവനദാതാവിനെതിരെ ഉൽപ്പന്ന ബാധ്യതാ നടപടി എടുക്കാവുന്നതാണ്. ഇപ്പോൾ നമ്മളൊരു സാധനം വാങ്ങിച്ചു, അത് ചീത്ത സാധനമാണ്, ഡിഫക്റ്റീവ് പ്രൊഡക്റ്റ് ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു നഷ്ടം അല്ലെങ്കിൽ നമുക്ക് ഉണ്ടാവുന്ന ഒരു ദോഷത്തിന് നിർമ്മാതാവ് അല്ലെങ്കിൽ വിൽപ്പനക്കാരൻ അല്ലെങ്കിൽ സേവനദാതാവിനെതിരെ നമുക്ക് എന്ത് ചെയ്യാം? ഉൽപ്പന്ന ബാധ്യതാ നടപടി എടുക്കാം. നമ്മളൊരു സാധനം വാങ്ങിച്ചത് ചീത്തയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെ നിർമ്മാതാവിനോടോ അല്ലെങ്കിൽ വിൽപ്പനക്കാരനോടോ സേവനദാതാവിനെതിരെയോ നമുക്ക് ഉൽപ്പന്ന ബാധ്യതാ നടപടി എടുക്കാവുന്നതാണ് എന്നുള്ളത് ഓർത്തിരിക്കുക. അപ്പോൾ നമ്മൾ ചീത്തയായ ഒരു സാധനം, വികലമായ ഉൽപ്പന്നം അല്ലെങ്കിൽ ഒരു ഡിഫക്റ്റീവ് പ്രോഡക്റ്റ് നമ്മുടെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അതുകൊണ്ടുണ്ടാവുന്ന നഷ്ടം അല്ലെങ്കിൽ ദോഷത്തിന് കാരണം ആരാണോ ആ ആളോട് നമുക്ക് എന്ത് ചെയ്യാം? അയാൾക്കെതിരെ ഉൽപ്പന്ന ബാധ്യതാ നടപടി എടുക്കാവുന്നതാണ് എന്നുള്ളത് ഓർത്തിരിക്കാം. അത് നിർമ്മാതാവാം, വിൽപ്പനക്കാരനാവാം, സേവനദാതാവാകാം. അവരോട് നമുക്ക് ഉൽപ്പന്ന ബാധ്യതാ നടപടി എടുക്കാവുന്നതാണ്. ഓക്കെ ആണല്ലോ? അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഉപഭോക്തൃ സംരക്ഷണ നിയമവുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് പരീക്ഷയ്ക്ക് ചോദ്യം കിട്ടാവുന്ന കംപ്ലീറ്റ് പോയിന്റ്സ് ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും നോട്ട്സ് തയ്യാറാക്കിയിട്ടുണ്ടാവുമല്ലോ. അപ്പോൾ ഇതുപോലെയുള്ള മറ്റു ടോപ്പിക്സുമായിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. താങ്ക്